ഹായ് എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ അടിപൊളിയായിട്ടൊരു വാള വറുത്തെടുക്കുകയാണ്. കൂടെ തന്നെ അടിപൊളിയായിട്ടൊരു ചമ്മന്തിയും പിന്നെ നമ്മുടെ കപ്പ പുഴുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വാള വറുത്തെടുത്ത് കഴിക്കാം. അപ്പോൾ നമ്മളിന്ന് 3 വാള എടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ നാട്ടിൽ ചിലപ്പം ചുണ്ണാമ്പ് വാള എന്ന് പറയും. അടിപൊളി ടേസ്റ്റാണ് ഇത് വറുത്ത് കഴിയുമ്പം. നമുക്കപ്പം നല്ലോണം കഴുകിയെടുക്കാം. അപ്പോൾ നമുക്കൊരു ചട്ടിക്കകത്തോട്ട് മൺചട്ടിക്കകത്തോട്ട് ഈ വാള ഇട്ടിട്ട് ഉപ്പും പുളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് തേച്ചെടുക്കണം. നല്ല കല്ലുപ്പും കുറച്ച് പുളിയാണ്, നമുക്കത് ഇട്ട് കൊടുക്കാം. കല്ലുപ്പും പുളി ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് തേച്ചെടുക്കണം. ഇങ്ങനെ അപ്പോൾ നമ്മൾ തേക്കാൻ എളുപ്പത്തിന് ഓരോന്നായിട്ട് എടുത്തിട്ട് തേക്കുകയാണ്. വെള്ള ചുണ്ണാമ്പ് അങ്ങ് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മീൻ നല്ലോണം നമ്മൾ കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. എന്തൊക്കെ അരപ്പാണ് നമ്മൾ ചേർക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി വളരെ അത്യാവശ്യമാണ് നമ്മൾ ഈ വാള എടുക്കുമ്പം. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂൺ ഇടണം. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചതാണിത്. വെളുത്തുള്ളി ചതച്ചത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഫൈനലി നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം. അതായത് 1 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പം നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് നമ്മുടെ മീനിൻ്റെ കഷ്ണത്തിലെല്ലാം നല്ലോണം പറ്റണം ഈ അരപ്പെല്ലാം. ഇത് നമ്മുടെ വെളിച്ചെണ്ണയാണ്, നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം മീനിനകത്ത് നമ്മുടെ അരപ്പ് പറ്റും. എന്നിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറത്തേക്ക് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാനെ കൊണ്ട് 2 കിലോ ചീനി എടുത്ത് കട്ട് ചെയ്ത് നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം വെച്ച് കൊടുക്കാം. നമ്മുടെ കപ്പ പുഴുങ്ങാനെ കൊണ്ട് വെള്ളം ഒന്ന് ചൂടാകുമ്പം കപ്പ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ചീനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായതുകൊണ്ട് ആ മൊത്തത്തിൽ ഇടാതെ തെറിച്ച് വീഴും വെള്ളം ദേഹത്ത്. തെറിച്ച് വീഴാതെ ഇടണം. നല്ല ചൂടാണ് വെള്ളം. അപ്പോൾ നമുക്ക് നമ്മുടെ ചീനി നല്ലോണം ഒന്ന് ഇളക്കണം. വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലോണം ഉപ്പിട്ടിട്ട് ഇളക്കണം. അപ്പോൾ നമ്മുടെ ചീനി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിനി അങ്ങ് വാങ്ങി ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ വറക്കാനുള്ള ചട്ടി ചൂടായി വന്ന് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കുക്കിംഗ് ഓയിൽ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ മീനത് നല്ലോണം അരപ്പ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ നല്ലോണം ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ശ്രദ്ധിച്ച് തിരിച്ചിടണം, കുത്തി പൊടിക്കരുത്. അടിപൊളിയായിട്ട് മീൻ വെന്ത് വന്നിട്ടുണ്ട്. നല്ല മുരാന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ നല്ലോണം നമ്മൾ വറുത്ത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരിയേക്കാം. നമ്മുടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ സെറ്റ് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചീനി പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാനെ കൊണ്ട് നമ്മളൊരു തൈര് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിപ്പം 1 ബൗൾ തൈര് എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചക്കറിയുടെ കൂടെ കിട്ടുന്ന പച്ചമുളകിന് വലിയ എരി ഇല്ലാത്തതുകൊണ്ട് ഒരു 4 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 5 or 6 ചുമന്നുള്ളി, കൊച്ചു ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കും. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൈര് ചമ്മന്തിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ആ എടുത്ത് വെച്ച തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നമ്മൾ ആൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ചീനി പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് തൈര് ചമ്മന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പയും നമ്മുടെ ചമ്മന്തിയും മീൻ വറുത്തതൊക്കെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കപ്പയ്ക്ക് നല്ലോണം വെന്ത് നല്ല പുട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കപ്പം അടിപൊളിയായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് നമുക്ക് ഒരു മീൻ വറുത്ത് എടുത്ത് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ മീൻ. അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് കപ്പയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കപ്പ നല്ലോണം പുട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി തൈര് ചമ്മന്തിയാണ്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം എന്തായാലും.
അടിപൊളി ഒരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ തൈര് ചമ്മന്തിയുടെ രുചി അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നുണ്ട് വരെ. ബൈ ബൈ.